സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന മലമ്പുഴ ഉദ്യാനം ഇപ്പോൾ നവീകരണത്തിന്റെ പാതയിലാണ്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഉദ്യാനം അടച്ചിട്ടിരിക്കുകയാണെങ്കിലും മലമ്പുഴയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവില്ല. മാർച്ചോടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാകും. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലമ്പുഴ. ആ മലമ്പുഴ ഏത് സമയത്ത് വന്നാലും ഇതുപോലെ ഇങ്ങനെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. സഞ്ചാരികളെ വരവേൽക്കാൻ വേണ്ടി കൂടുതൽ മോടി പിടിപ്പിക്കുകയാണ് മലമ്പുഴ ഇപ്പോൾ. ആ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ മാതൃകയിലാണ് മലമ്പുഴയിലും വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് മലമ്പുഴ സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം മാർച്ച് മാസത്തോടെ പൂർത്തിയാകും. എന്നാൽ നിലവിൽ പണി നടക്കുന്നതിനാൽ ഉദ്യാനത്തിലെ പല പ്രധാന ഭാഗങ്ങളും കാണാനോ പ്രവേശിക്കാനോ സഞ്ചാരികൾക്കാകില്ല. എങ്കിലും മലമ്പുഴയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഏറെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ മലമ്പുഴ കാണാൻ എത്തുന്നവർ നിരവധിയാണ്. It's very good actually, and it's very new to me, and I was coming from Erode actually. This is my second visit here, and I was so enthusiastic to see this kind of place here. It's a natural given beauty. ஜாலியா இருக்கும். monkeys எல்லாம் பார்க்கலாம். வாட்டர் ஃபால்ஸ் எல்லாம் இருக்கு. 75,87,00,000 രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരാണ് നിർമ്മാണ ചെലവ് വഹിക്കുന്നത്. നവീകരണം പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക ബുക്കിംഗ്, താമസം, ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തും. എന്തായാലും പുതുവർഷം പിറന്നതോടുകൂടി നല്ല മഴയാണ് പാലക്കാട്. പക്ഷേ മഴയാണെങ്കിലും വെയിലാണെങ്കിലും സഞ്ചാരികളുടെ തിരക്കിന് ഒരു കുറവുമില്ല. ഈ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടുകൂടി സഞ്ചാരികളുടെ ഒഴുക്ക് അത് ഇനിയും കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മലമ്പുഴയിൽ നിന്നും ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. കുഞ്ഞുകുട്ടികൾക്കായി അംഗൻവാടിയും പാർക്കും പുനർനിർമ്മിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കോഴിക്കോട് കല്ലായി ഗവൺമെന്റ് UP സ്കൂളിലെ തേജസ് അംഗൻവാടിയാണ് കല്ലായി ഗവൺമെന്റ് ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ പുനർനിർമ്മിച്ചത്. ദിവസമായിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ടായിരുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ പാർക്ക് കണ്ടപ്പോൾ അത് പുനർനിർമ്മിക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിലായി. പിന്നെ ഉണ്ടായത് ഈ പാർക്കാണ്. മാത്രമല്ല ഈ അംഗനവാടിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ച് പുതിയൊരു അംഗനവാടി തന്നെയാക്കി. ഞങ്ങളിവിടെ അവർക്കുള്ള ബാത്റൂം ഫെസിലിറ്റീസ് നന്നാക്കി കൊടുത്തു. അവർക്ക് അടച്ചുറപ്പുള്ളൊരു ജനവാതിൽ അതാക്കി കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് ഇത് പുനർനിർമ്മിച്ച്, അതായത് മോഡിഫൈ ചെയ്തു, പെയിൻ്റൊക്കെ ചെയ്തു. പിന്നെ അവരുടെ പാർക്ക് ഞങ്ങൾ ഒന്നുകൂടെ പുനർനിർമ്മിച്ചു. ഞങ്ങൾ വന്ന ടൈമിൽ ഇവരുടെ പോണ്ട് അതൊന്നും നല്ല രീതിയിലല്ലായിരുന്നു. കാക്ക ചത്ത കിടക്കുന്ന അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ഹയർ സെക്കൻഡറി NSS സപ്തദിന സഹവാസ് ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു അംഗനവാടികളെ ദത്തെടുത്ത് നവീകരിക്കുന്ന സ്നേഹാങ്കണം പദ്ധതി. അഹമ്മദ് ദേവർകോവിൽ MLA ആണ് സ്നേഹാങ്കണം പദ്ധതി പ്രകാരം നവീകരിച്ച അംഗൻവാടി കൈമാറിയത്. കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.